നമസ്കാരം, ഞാൻ പ്രീതി ആർ നായർ, SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇന്നത്തെ ടോപ്പിക്ക്, ഇപ്പോൾ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുമ്പോൾ എളുപ്പം മരണപ്പെടുന്നു. ഇതൊക്കെ ഇപ്പോൾ അടുത്തിടയിൽ കേൾക്കുന്ന ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതിന് പ്രധാന കാരണമായിട്ട് എടുത്തു പറയേണ്ടത് ഹൃദയത്തിനുണ്ടാകുന്ന തകരാറുകളും നമ്മളുടെ അനാരോഗ്യകരമായ ഭക്ഷണ ക്രമീകരണവും അതുപോലെ തന്നെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 ജീവിതശൈലി മാറ്റങ്ങളെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. പ്രധാനമായിട്ടും ആദ്യമേ നോക്കേണ്ടത് ഹൃദയാരോഗ്യകരമായ ഭക്ഷണ ക്രമീകരണം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹൃദയാരോഗ്യകരമായ ഭക്ഷണ ക്രമീകരണത്തിന് നമ്മൾ ഉൾപ്പെടുത്തണം ധാരാളമായി പച്ചക്കറികളും പഴങ്ങളും. ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ 2 നേരം പച്ചക്കറി സാലഡും 1 നേരം ഫ്രൂട്ട്സും ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിലുള്ള വിറ്റമിനുകൾ, ധാതുക്കൾ, നാരുകൾ ഇവയെല്ലാം ഉയർന്ന രക്തസമ്മർദ്ദവും ഉയർന്ന കൊളസ്ട്രോൾ ലെവലും കുറച്ച് ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കും. ഇനി തവിട് നീക്കാത്ത ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, ഓട്സ് ഇവയെല്ലാം നമ്മളുടെ കൊളസ്ട്രോൾ ലെവലിനെ നിയന്ത്രിച്ച് നിർത്തി ഹൃദയാരോഗ്യം സംരക്ഷിക്കും. കൊഴുപ്പ് കുറച്ചിട്ടുള്ള മാംസവർഗ്ഗങ്ങൾ, മത്സ്യം, മത്തി, അയല, ചൂര, സാൽമൺ വെറൈറ്റി മത്സ്യത്തിൽ omega-3 ഫാറ്റി ആസിഡുകൾ ധാരാളമായിട്ടുണ്ട്. ഇത് ഹൃദയത്തെ സംരക്ഷിക്കുന്നതാണ്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളും തൊലിയോടുകൂടിയുള്ള പയറുവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തണം. അപൂരിത കൊഴുപ്പ് കൂടുതലായിട്ട് ആഡ് ചെയ്യുകയും പൂരിത കൊഴുപ്പും ട്രാൻസ് ഫാറ്റും നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യുക. ഒരു വറുത്തുപൊരിച്ച ആഹാരങ്ങൾ, റെഡ് മീറ്റുകൾ, എണ്ണയും കൊഴുപ്പും കൂടുതലുള്ള ആഹാരങ്ങൾ, പഞ്ചസാരയും ഉപ്പും അടങ്ങിയ ആഹാരങ്ങൾ ഇവയൊക്കെ നിയന്ത്രിച്ച് നിർത്തണം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിവായി വ്യായാമം ചെയ്യുക. വ്യായാമം ഔഷധതുല്യമാണ്. അത് ഹൃദയത്തെ സംരക്ഷിക്കും. സഡനായിട്ടുള്ള ഹൃദയാഘാതത്തിൽ നിന്ന് നമ്മൾക്ക് സംരക്ഷണം നൽകും. നടത്തം, സൈക്ലിങ്, അതുപോലെ പലതരത്തിലുള്ള വ്യായാമ മുറകൾ നമ്മൾ സ്വീകരിക്കാവുന്നതാണ്. ഇനി ചിട്ടയായ ഒരു ഉറക്കം, ഒരു 7 തൊട്ട് 8 മണിക്കൂർ കറക്റ്റായിട്ട് ഉറക്കത്തിനായി മാറ്റിവെക്കുക. ഉറക്കം മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും അതുമാത്രമല്ല നമ്മളുടെ ഹൃദയത്തെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യും. ഇനി കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കുള്ള ശരീരഭാരം നിയന്ത്രിച്ചു നിർത്തുക. ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താൻ ആരോഗ്യകരമായ ഭക്ഷണ രീതിയും വ്യായാമവും മനസ്സിൻ്റെ ആരോഗ്യവും പ്രധാനമാണ്. ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ കൂടുതലായിട്ടുള്ള ജോലിഭാരം കുറയ്ക്കുകയും ഹൃദയത്തെ സംരക്ഷിച്ചു നിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഇനി ഏറ്റവും ശ്രദ്ധിക്കാനുള്ള സ്ഥിരമായിട്ടുള്ള ഭക്ഷണം കറക്റ്റായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഹോംലി ഫുഡ് കൂടുതലായിട്ട് എടുക്കണം. മാനസിക സമ്മർദ്ദം കുറച്ച് വെക്കണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ യോഗ, മെഡിറ്റേഷൻ, പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള എക്സസൈസുകൾ എന്നിവ ശീലമാക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും എക്സസൈസും ഇതെല്ലാം സ്വീകരിച്ച് നമ്മൾക്ക് ആയുരാരോഗ്യം വർദ്ധിക്കുന്ന രീതിയിൽ നല്ലൊരു ജീവിതശൈലി ചിട്ടപ്പെടുത്തിയെടുക്കാം.